ഹലോ ഐസിയ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ റമദാൻ റെസിപ്പി എപ്പിസോഡ് 9 ഞാനൊരു വെറൈറ്റി എഗ് സമോസ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതുപോലെ കിഡു ടേസ്റ്റ് ആകട്ടെ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ 4 മുട്ട ബോയിൽ ചെയ്യുന്നുണ്ട്. ഇത് എഗ് സ്റ്റീമറാണ്, ടെമൂന്ന് മേടിച്ചാണ്. അപ്പോൾ ബോയിൽ ചെയ്ത എഗ്ഗ് തോടൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലൊരു ഗ്രേറ്ററിൽ ഫുള്ളി ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. 4 മുട്ടയും ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം, അതായത് ഫില്ലിങ്. അതിനായിട്ട് എണ്ണ ചൂടാക്കി കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നീളത്തി അരിഞ്ഞ സവാള ഇട്ട് കൊടുത്ത് വഴറ്റുക. അപ്പോൾ ഞാൻ എഗ് സ്റ്റീമറിനെ പറ്റി പറഞ്ഞല്ലോ, അത് ഞാൻ ടെമൂന്ന് മേടിച്ചാണ്. അതിലുള്ള ഗുണം, നമ്മൾ എഗ്ഗ് വെച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം 8 മിനിറ്റ്സ് ആകുമ്പോൾ അത് ബോയിലായി കഴിയുമ്പോൾ ഓഫാവും. നമുക്ക് സീനില്ല, നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വേഗം ആയി കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയിടുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ നമ്മുടെ വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, പെപ്പർ 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വഴറ്റണേ. അതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത മുട്ട അതിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണേ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്, ബേൺ ആവാതെ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ സമോസയ്ക്കുള്ള നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇപ്പോൾ നമുക്ക് സമോസയ്ക്കുള്ള മാവ് കുഴച്ച് വെക്കാമേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കറുത്ത എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ സ്പൂണോ ഫോർക്കോ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് കുഴയ്ക്കാൻ എളുപ്പമാണ്. പിന്നെ കുഴച്ച് വെക്കുക. പിന്നെ കുഴച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇതൊരു റോളിംഗ് ബോർഡിലേക്ക് എടുത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 2ആയിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം കുറച്ച് മാവ് ഡസ്റ്റ് ചെയ്തിട്ട് അതിൽ ഓരോ ഭാഗം എടുത്തിട്ട് നല്ല ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നീളത്തിൽ വട്ടത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഒത്തിരി തിന്നാക്കണ്ട, ഈ ഒരു പരുവത്തിലാക്കിയിട്ട് കട്ട് ചെയ്യുക. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാൻ ഇത് 8 പോർഷൻ ആക്കിയിട്ടുണ്ട്. ഇനി ഓരോ പോർഷനിൽ ഇതുപോലെ നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഇത് നമ്മൾ ഫില്ലിംഗ് വെച്ചിട്ട് നമ്മൾ സീൽ ചെയ്യുന്ന മെത്തേഡ് ഡിഫറെൻറ്റാണ്. കണ്ടോ, ഇങ്ങനെ 3 ഭാഗത്തുനിന്നും നടുക്കോട്ട് എടുത്തിട്ട് അതിൻ്റെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ നമ്മുടെ സമോസ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാനുള്ള പരിപാടി. വലിയ സീനൊന്നുമില്ല. ഇത് ആർക്കാണേലും കുഞ്ഞുങ്ങൾക്കാണേലും ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. പറഞ്ഞു കൊടുത്താൽ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് ഈസിയാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെക്കാം. ഇപ്പം എല്ലാ ഭാഗത്തും ഇതുപോലെ ഫില്ലിംഗ് വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഷേപ്പ് ചെയ്തെടുക്കാം. അല്ല, ഇതിപ്പോൾ ഉടനെ തയ്യാറാക്കേണ്ടതില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫ്രീസ് ചെയ്തും വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെക്കാം. എല്ലാം റെഡിയാക്കി വെക്കുന്ന സമയം കൊണ്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെക്കുക. എണ്ണ നല്ല ചൂടായ ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം എണ്ണ ചൂടാവുന്ന ഈ നേരം കൊണ്ട് നമുക്കിതെല്ലാം ഷേപ്പ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതാ ഷേപ്പ് ചെയ്തെടുത്ത് നല്ല ചൂടുള്ള എണ്ണയ്ക്കകത്ത് ഇട്ട് തിരിച്ചും മറിച്ചും നമുക്ക് സമോസ വറുത്ത് കോരി എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കിഡു എഗ് സമോസ ഇവിടെ റെഡിയായി. ഇതിൻ്റെ ഉൾഭാഗം ഞാനിന്ന് കാണിച്ചു തരാമേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പിള്ളേർക്കായാലും ഇഷ്ടപ്പെടും, വലിയവർക്ക് ഇഷ്ടപ്പെടും. ഇത് ഒത്തിരി എണ്ണയൊന്നും കുടിക്കില്ല. അതുപോലെ നമുക്ക് എത്ര വേണേലും കഴിക്കാൻ കേട്ടോ, നമുക്ക് ചെടിക്കില്ല, അത്രയ്ക്ക് യമ്മിയാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അതിൻ്റെ ഉൾഭാഗം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. എന്നെ ഫീഡ്ബാക്ക് എപ്പോഴും പോലെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.